Every conversation is a step forward. Take yours in English today. Welcome to Brilliant English. ഇന്ന് നമുക്ക് വളരെ സാധാരണമായ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംഭാഷണം അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആ അതായത് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സ്കൂൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴോ അതെ 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 എങ്ങനെ മറുപടി പറയാം, എങ്ങനെ അങ്ങോട്ട് ചോദിക്കാമെന്നൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ശരിയാണ്. ഇത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് പ്രധാനമായും. അതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ സാവധാനത്തിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോവുക. അതെ, നമുക്ക് ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. എന്നിട്ട് അതിലെ ഓരോ വാചകവും വാക്കുകളുമൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാമല്ലേ? ശരി. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന്. ആ അത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ഇങ്ങനെ പറയാം. ഹൗ ആർ യുവർ ചിൽഡ്രൻ ഡൂയിങ് നൗ? ഓക്കെ, ഹൗ ആർ യുവർ ചിൽഡ്രൻ ഡൂയിങ് നൗ? ഇതിലെ വാക്കുകൾ നമുക്കൊന്ന് നോക്കിയാലോ? ആ, നോക്കാം. ഹൗ ഹൗ അതിന്റെ അർത്ഥം എങ്ങനെ എന്നാണ്. എങ്ങനെ? ശരി. പിന്നെ ആർ ആർ അത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ ഡൂയിങ് എന്ന വാക്കിന്റെ കൂടെ വരുമ്പോൾ ആ, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അല്ലേ? അതെ, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പിന്നെ യോർ നിങ്ങളുടെ. അതെ, ചിൽഡ്രൻ ചിൽഡ്രൻ കുട്ടികൾ. ഉം, ഡൂയിങ് ഇതിവിടെ എങ്ങനെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു സുഖവിവരം അന്വേഷിക്കുന്ന പോലെ. ഓക്കെ, അപ്പോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നൊരർത്ഥം. അതെ. പിന്നെ നൗ ഇപ്പോൾ. ഇപ്പോൾ. അപ്പോ എല്ലാം കൂടി ചേർത്ത് ഹൗ ആർ യുവർ ചിൽഡ്രൻ ഡൂയിങ് നൗ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, അവർക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാം. അതെ. ശരി. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾ എന്റെ കൂടെ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. റെഡിയല്ലേ? ഹൗ ആർ യുവർ ചിൽഡ്രൻ ഡൂയിങ് നൗ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി. ഹൗ ആർ യുവർ ചിൽഡ്രൻ ഡൂയിങ് നൗ? പെർഫെക്റ്റ്. അപ്പോൾ അതിന് നമ്മളൊരു മറുപടി പറയണമല്ലോ. അവർക്ക് സുഖമാണ്, ചോദിച്ചതിന് നന്ദി. ആ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. ദേ ആർ ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിംഗ്. ദേ ആർ ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിംഗ്. ഇതിലെ വാക്കുകളും എളുപ്പമാണ്. ദേ അവർ എന്ന്. ആർ നമ്മൾ നേരത്തെ പറഞ്ഞു, ആണ് ആകുന്നു. ഉം. ഫൈൻ സുഖം അല്ലെങ്കിൽ നന്നായിരിക്കുന്നു. ഓക്കെ. താങ്ക്സ് നന്ദി. ഫോർ വേണ്ടി അല്ലെങ്കിൽ ഒന്നിന്. ഇവിടെ ചോദിച്ചതിന് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ആസ്കിംഗ് എന്ന വാക്കിനോട് ചേർന്ന്. ആ, ശരിയാണ്. ആസ്കിംഗ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചതിന്. അപ്പോ ദേ ആർ ഫൈൻ എന്ന് വെച്ചാൽ അവർക്ക് സുഖമാണ്. അതെ. താങ്ക്സ് ഫോർ ആസ്കിംഗ് എന്ന് പറയുന്നത് നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു മര്യാദയുടെ ഭാഗമായിട്ട് നന്ദി പറയുന്നൊരു രീതിയാണല്ലേ? അതെ, അതൊരു സാധാരണ പ്രയോഗമാണ്. ശരി, നമുക്കിത് ഒരുമിച്ച് പറയാം. നിങ്ങൾ റെഡിയായിക്കോളൂ. ദേ ആർ ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിംഗ്. ഒന്നുകൂടി ശ്രമിക്കൂ. ഒന്നുകൂടി. ദേ ആർ ഫൈൻ, താങ്ക്സ് ഫോർ ആസ്കിംഗ്. വളരെ നന്നായി. ഇനി അടുത്ത ചോദ്യം. അവർ സ്കൂളിൽ മുടങ്ങാതെ പോകുന്നുണ്ടോ? ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ആർ ദേ ഗോയിങ് ടു സ്കൂൾ റെഗുലർലി? ആർ ദേ ഗോയിങ് ടു സ്കൂൾ റെഗുലർലി? ഇതിലെ വാക്കുകൾ നോക്കാം. ആർ വെച്ചാണ് ചോദ്യം തുടങ്ങുന്നത്. ആണോ എന്നൊരർത്ഥം വരും. ചോദ്യമാക്കാൻ. അതെ. ദേ അവർ. ഗോയിങ് പോകുന്നു അല്ലെങ്കിൽ പോകുകയാണോ? അതെ, പോകുകയാണോ എന്ന്. ടു ലേക്ക്. സ്കൂൾ. പിന്നെ റെഗുലർലി അതെന്താണ്? സ്ഥിരമായി അല്ലെങ്കിൽ മുടങ്ങാതെ. ഓക്കെ, സ്ഥിരമായിട്ട്. അതെ. മുടങ്ങാതെ. അതെ. അപ്പോൾ ആർ ദേ ഗോയിങ് ടു സ്കൂൾ റെഗുലർലി എന്ന് ചോദിച്ചാൽ അവർ സ്ഥിരമായി സ്കൂളിൽ പോകാറുണ്ടോ അല്ലെങ്കിൽ മുടങ്ങാതെ പോകുന്നുണ്ടോ എന്നായി. അതെ, അതാണ് അർത്ഥം. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. ശ്രദ്ധിച്ചു പറയണം. ആർ ദേ ഗോയിങ് ടു സ്കൂൾ റെഗുലർലി? ഒന്നുകൂടി. ആർ ദേ ഗോയിങ് ടു സ്കൂൾ റെഗുലർലി? ഗുഡ്. ഇനി അതിനുള്ള മറുപടി, വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി. അതെ, അവർ ഒരു ദിവസവും മുടക്കാറില്ല. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. യെസ്, ദേ നെവർ മിസ് എനി ഡേ. ഓക്കെ, യെസ്, ദേ നെവർ മിസ് എനി ഡേ. ഇതിലെ വാക്കുകളും നോക്കാം. യെസ് അതെ. ദേ അവർ. നെവർ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല, ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാൻ. ഓക്കെ, ഒരിക്കലുമില്ല. നെഗറ്റീവ് അർത്ഥം ദിവസം. അപ്പോൾ യെസ്, ദേ നെവർ മിസ് എനി ഡേ എന്ന് പറഞ്ഞാൽ അതെ, അവർ ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാറില്ല. അതായത് എന്നും പോകും എന്നർത്ഥം. അതെ, കൃത്യമായി പോകുന്നുണ്ട്. നമുക്കിത് ഒരുമിച്ച് പറയാം. റെഡി? യെസ്, ദേ നെവർ മിസ് എനി ഡേ.
ഒന്നുകൂടി ഉറക്കെ പറയാം. ഒന്നുകൂടി. യെസ്, ദേ നെവർ മിസ് എനി ഡേ. എക്സലന്റ്. ഇതുപോലെയുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് നൽകുന്നത് ബ്രില്യന്റ് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ് 9995558247. ഒന്നുകൂടി പറയാം നമ്പർ. പറയാം. 9955558247. ഓക്കെ. ഇതുപോലുള്ള ക്ലാസുകൾ ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അത് നല്ലതാണ്. കാരണം പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, അറിയാൻ പറ്റും. ശരിയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പഠിച്ച ഈ 4 വാചകങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അല്ലെങ്കിൽ എളുപ്പമായിട്ട് തോന്നിയത് ഏതാണോ അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും. പ്രാക്ടീസ് മേക്സ് പ്രോഗ്രസ്, നോട്ട് പെർഫെക്റ്റ്. കീപ് ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി പുതിയൊരു സംഭാഷണവുമായി വീണ്ടും കാണാം. നന്ദി.